ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമ്മർകുട്ടി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് പലർക്കും പല രീതിയിലെ സംശയങ്ങളുണ്ട്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കാനുള്ളത് ഓൺലൈനായിട്ടും ഡിസ്റ്റൻസ് ആയിട്ടും ചെയ്യുന്ന കോഴ്സുകളെ പറ്റിയിട്ടാണ്. രണ്ടും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം സെയിം തന്നെയാണ്, പക്ഷേ നമുക്ക് ഓരോ കോഴ്സിനും അഥവാ ഓൺലൈൻ ആണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ഒന്നാമത് പറയാൻ പോകുന്നത്, നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം നമുക്ക് സെപ്പറേറ്റ് ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സാധാ അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ടല്ല നിങ്ങൾ ഓൺലൈനായിട്ടുള്ള കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ടുള്ളതും അതുപോലെ ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് ODL പ്രോഗ്രാം, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്നാണ് പറയുന്നത്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്കാണ്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ കോഴ്സുകളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓൺലൈൻ കോഴ്സുകൾ നമുക്ക് കുറച്ച് കോഴ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ കോഴ്സുകൾ മാത്രം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സാഹചര്യമാണ് IGNOU യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഓഫ്ലൈനായിട്ട് അഥവാ ഡിസ്റ്റൻസ് മുഖേന നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി നിങ്ങളെ കയ്യിൽ നിങ്ങൾ പോസ്റ്റൽ വഴി എത്തിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഓൺലൈൻ കോഴ്സുകൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് IGNOU യൂണിവേഴ്സിറ്റി പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഏകദേശം ഫീയും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഓൺലൈനിൽ എടുത്താലും ഡിസ്റ്റൻസ് മോഡിലെടുത്താലും ഫീസും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് രണ്ടിനും ഒരേപോലെ തന്നെ സമർപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, അഡ്മിഷൻ ഫോം ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IGNOU സാധാരണ രീതിയിൽ അഡ്മിഷൻ എടുക്കാറുള്ളത് ഒന്ന് ജനുവരി സെഷനും അതുപോലെ തന്നെ ജൂൺ ജൂലൈ സെഷനും. ഒരു കൊല്ലത്തിൽ 2 ടൈമിലായിട്ടാണ് അഡ്മിഷൻ എടുക്കാറുള്ളത്. ഈ 2 ടൈമിലും ഓൺലൈനായിട്ടും ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കോഴ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്റ്റൻസ് ലേണിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു സ്റ്റഡി സെൻറ്ററും അതുപോലെ തന്നെ റീജിയണൽ സെൻറ്ററും നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഓൺലൈനിലേക്ക് വരുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ലേണിംഗ് ആണ് ഓൺലൈൻ വഴി ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേറൊരു പ്രത്യേകത, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റഡ് പ്രോഗ്രാംസ് മാത്രമാണ് ഓൺലൈൻ പ്രോഗ്രാമിലുള്ളൂ. ഓഫ്ലൈൻ പ്രോഗ്രാമിൽ അഥവാ ഡിസ്റ്റൻസ് മോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ 100-300ഓളം കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ്, PG, ഡിപ്ലോമ, ഡിഗ്രി, അങ്ങനെ കോഴ്സുകൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് സ്വീകരിക്കാൻ പറ്റും. അത് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ക്ലാസ്സുകൾ പല സ്ഥലത്തും നടക്കാതെ പോകുന്നത് കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനായിട്ട് തന്നെയാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഡിസ്റ്റൻസ് ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ് ക്ലാസ്സുകൾ നൽകുന്നത്. ഇത്രയും പ്രത്യേകതകളാണ് ഓൺലൈനും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ളത്. അപ്പോൾ നിങ്ങൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് IGNOUവിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അഡ്മിഷൻ എടുത്ത് തരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ഗുഡ് ബൈ.